ഇതാണ് അമ്പലപ്പുഴ ബാലൻ എന്ന് പറയുന്ന തബലിസ്റ്റ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെയൊക്കെ ഒരു മാനസ ഗുരുവാണ്. ഞാൻ തബല വായന പഠിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹമൊക്കെ വായിക്കുന്നത് ചെറുപ്പത്തിൽ കേട്ടാണ് നമുക്കും ഒരു തബല വായിക്കാനുള്ള ആഗ്രഹം തോന്നിയത്. ഇത് പ്രഭ എന്ന് പറയും. ഈ പ്രഭയെ കുറിച്ച് പറയുമ്പോൾ പ്രഭയുടെ അച്ഛനെ കുറിച്ച് പറയണം. ഒരുപാട് നാടൻപാട്ട് വേദികളിലെ ഒരുപാട് നാടൻപാട്ട് സമിതികൾ പാടി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു ഗാനമുണ്ട്. ഏനെന്ന് വെച്ചാലേ ധാരാജീതങ്കം വല്യച്ഛൻ, ഏനെന്ന് വെച്ചാലേ ധാരാജീതങ്കം വല്യച്ഛൻ. കണ്ണാടി കുഞ്ഞലകൻ എന്ന ആ അതിമനോഹരമായ ഗാനം രചിച്ച് അത് വേദികളിൽ ആലപിച്ച അമ്പലപ്പുഴ പങ്കജാക്ഷൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വ്യക്തിയുടെ മകനാണ്. ഇത് ബാലൻ ചേട്ടന്റെ ഭാര്യ സുധർമ്മ. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പം പ്രിയമുള്ളവരെ, ബാലൻ ചേട്ടൻ എന്നെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. കാരണം അണ്ണൻ പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യണം എന്ന് ആജ്ഞാപിക്കാനുള്ള കഴിവ് സ്വാതന്ത്ര്യം അണ്ണനുണ്ടെങ്കിലും പറഞ്ഞു. അണ്ണൻ തബലിസ്റ്റാണല്ലോ, അപ്പൊ അണ്ണൻ ഒരു പാട്ട് പാടി സോഷ്യൽ മീഡിയ ഇടണമെന്ന്. അതും പ്രത്യേക പാട്ടല്ല, ഫീമെയിൽ പാട്ട്. അപ്പം പാടാൻ ഓക്കെ ആണല്ലോ അല്ലേ? എന്ത് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമസ്കാരം, ഞാൻ ഒരു തബലിസ്റ്റാണ്. അല്പം ഇതിൽ പാടും. അപ്പോൾ മനോജ് എൻ്റെ ഒരു അനിയൻ, എൻ്റെ എല്ലാമാണ്. ആ മനോജിൻ്റെ മുന്നിൽ പലപ്പോഴും ഞാനിങ്ങനെ പറയും, മനോജ് വീട്ടിലേക്ക് വാ, ഒരു വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ മനോജ് ഇന്ന് അതിന് തയ്യാറായി വന്നു. ഏതായാലും മനോജിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഒരു ഗാനം ആലപിക്കുകയാണ്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. താമര പൂവിലായാലും ആയാലും പത്മരാഗ നവപ്രതേ മൂകാംബികേ അഭയം. താമര പൂവിലായാലും വീണമീട്ടുക ആയാലും പത്മരാഗ നവപ്രതേ മൂകാംബികേ അഭയം. പാവമാനസം നിന്റെ പാദപങ്കജം തേടുന്നു. ലോകമാകെ നിറഞ്ഞ കരുണ ലോചനങ്ങൾ തുറക്കണേ. താമര പൂവിലായാലും വീണമീട്ടുക ആയാലും പത്മരാഗ നവപ്രതേ മൂകാംബികേ അഭയം. എന്നാ മനോഹരമായിരിക്കുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. പിന്നെ തബലയിൽ നിന്ന് ചെറുതായിട്ട് പെരുക്കാവോ? ശ്രമിക്കാം. ഒത്തിരി നാളായി, കൈക്ക് സ്ഥലം വേദനയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രായത്തിൻ്റെ കൂടെ പറയാം.